അപ്പോൾ എല്ലാവർക്കും എൻ്റെ പൊൻവീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന സാധനം കണ്ടല്ലോ, മാങ്ങ, കൊല്ല കുത്തിക്കിടക്കുന്ന മാങ്ങ കണ്ടില്ലേ. അപ്പോൾ ഇത് നമ്മുടെ ഫ്ലാറ്റിലെയല്ല, ഫ്ലാറ്റിൻ്റെ താഴെയുള്ളൊരു വീട്ടിലെയാണ് കേട്ടോ. പക്ഷെ മാവ് ഇങ്ങനെ ചരിഞ്ഞിങ്ങനെ ഇങ്ങോട്ട് നിൽക്കുന്നത് കൊണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ മാങ്ങയുടെ സീസണാണല്ലോ, ഇങ്ങനെ മാങ്ങ എല്ലായിടം കൊല കുത്തി കിടക്കുകയാണല്ലോ. അപ്പോൾ നമുക്കിന്ന് ഒരു മാങ്ങ കൊണ്ടൊരു അടിപൊളി റെസിപ്പി ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ദാണ്ട് നല്ല പച്ച മാങ്ങ മൂന്നുണ്ടായിരുന്നു. ശകലം കളർ വീണതൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല 3 പച്ച മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാങ്ങയുടെ റെസിപ്പി എന്ന് പറയുന്നത് പൊടി മാങ്ങയെന്ന് പറയും. ഇത് നമുക്ക് ചപ്പാത്തി, ബ്രെഡ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു പൊടിമാങ്ങ അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടി 3 മാങ്ങ എടുക്കും. നമുക്ക് ആവശ്യമുള്ള മാങ്ങകളെല്ലാം എടുക്കാം കേട്ടോ. ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടല്ലോ. ഇപ്പോൾ എല്ലാവരും മാങ്ങ കൂടുതലുള്ള സമയമായതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വയ്ക്കണം കേട്ടോ. അപ്പോൾ നമുക്കതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം. ഞാനൊരു 3/4 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ടേ. പിന്നെ എടുത്തേക്കുന്നത് 5 കാശ്മീരി മുളകാണേ. പിന്നെ ഒരു സ്പൂൺ കുരുമുളക്, 1 സ്പൂൺ വലിയ ജീരകം, പെരിഞ്ജീരകം, 1 സ്പൂൺ കടുക്, 1 സ്പൂൺ ഉലുവ. ഇത് ഇത്രയൊന്ന് വറുത്തെടുക്കണം. അതുമാത്രം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. ഇത്രയും സാധനങ്ങളാണ് നമ്മളെ ഈ പൊടിമാങ്ങ ജാം അച്ചാറിന് വേണ്ടുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഇത്രയൊന്ന് വറുത്തുകൊണ്ട് വരാം ആദ്യം. അപ്പോൾ ഇത് ഇങ്ങനെ സിമ്മിലോട്ട് ഇട്ടൊന്ന് ചൂടാക്കാനായിട്ട് സിമ്മിലോട്ട് ഇട്ടേക്കതാണ്ട്. കുരുമുളക് എല്ലാ സാധനങ്ങളും കാണിച്ച സാധനങ്ങൾ ഇത്രയൊന്ന് കല്ലെല്ലാം ചൂടാവാനായിട്ട് സിമ്മിലിട്ടേക്ക് കേട്ടോ. അപ്പോൾ ഇത് കരിഞ്ഞു പോകത്തൊന്നുമില്ല. പെട്ടെന്ന് നമുക്ക് ഈ മാങ്ങയൊന്ന് പൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്യാം. നമുക്ക് തണ്ട് ഈ വലിയ ബ്ലേഡിനകത്ത് വേണം ഗ്രേറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതൊരു ചെറുതായിട്ട് ഇങ്ങനെ ആക്കിയെടുക്കാം. അപ്പോൾ മാങ്ങയൊക്കെ നല്ലോണം ചെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി ഇങ്ങോട്ട് വെച്ചിട്ട് ഓരോ മാങ്ങ എടുക്കാം. ഓരോ മാങ്ങ എടുത്ത് കണ്ട വലിയ ബ്ലേഡിൽ കേട്ടോ മാങ്ങയൊന്ന് ഇങ്ങനെ ഒന്ന് എടുക്കണം. ഫുള്ള് ഇങ്ങനെ തന്നെ ചിവി എടുക്കണം കേട്ടോ. കണ്ടില്ലേ, ഇത് കണക്ക് ചീവി എടുക്കണം. അപ്പം നമുക്ക് എല്ലാ മാങ്ങയും ഇങ്ങനെ ചീവി എടുക്കാം. അപ്പം പൊടിമാങ്ങയ്ക്കുള്ള മാങ്ങ കണ്ടോ ഇതേപോലെയാണ് എടുക്കേണ്ടത് കേട്ടോ. ഇത് കണക്ക് പൊടിയായിട്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ പഴുത്ത മാങ്ങ ഒരിക്കലും എടുക്കരുത്. പഴുത്ത മാങ്ങ എടുത്താൽ ഇത് കണക്ക് പൊടിയാക്കി നമുക്ക് ഇങ്ങനെ ബ്ലേഡ് വെച്ച് ഇങ്ങനെ ആക്കാൻ ഒക്കത്തില്ല. കാരണം നാര് കണക്കായി പോവും, വെള്ളം പോലെ ആയിപ്പോവും. നല്ല പച്ച നല്ല ഉറപ്പുള്ള മാങ്ങ ആയിരിക്കണം കേട്ടോ. വിളഞ്ഞാണെങ്കിലും കുഴപ്പമില്ല, നല്ല ഉറപ്പുള്ള മാങ്ങ ആയിരിക്കണം. ഇനി നമ്മൾ അതിനകത്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ മാങ്ങ ചെത്തിയ തൊലിയില്ലേ, ദാണ്ട് ഈ തൊലി, അത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു നല്ല മണമാണ് കേട്ടോ. ഇത് കണക്ക് ഗ്രേറ്റ് ചെയ്ത് ആ പച്ചമാങ്ങയുടെ തൊലി ഇത് കണക്ക് ഗ്രേറ്റ് ചെയ്തിടണം. കുറച്ചിങ്ങനെ ആക്കിയിട്ടേക്കണേ, നല്ല ഒരു മണം കിട്ടാൻ വേണ്ടി കേട്ടോ. മാങ്ങയുടെ ഇതിനൊരു കറയും മണവും ഒക്കെ ഉള്ളത് അത് മാറാതിരിക്കാൻ വേണ്ടി ഒരു മണത്തിന് വേണ്ടി നമ്മൾ ഈ പച്ചമാങ്ങയുടെ തൊലിയും കൂടെ ശകലം ഇങ്ങനെ ആക്കിയിടണം. അപ്പോൾ കുറച്ച് തൊലിയും കൂടെ ഞാൻ ഇങ്ങനെ ചികിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മറ്റ് വറുത്ത് വെച്ചേക്കുന്ന സാധനങ്ങൾ ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം. അപ്പോൾ കുരുമുളക്, കാശ്മീരി മുളക്, പെരിഞ്ജീരകം, ഉലുവ, കടുക് എല്ലാം കൂടെ വറുത്തത് ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം. കണ്ടില്ലേ, അധികം പൊടിയണ്ട. ഇതേ കണക്ക് തരിതരിപ്പായിട്ടിരിക്കണം കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. ഞാനൊരു ചെറിയ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മളിതിനകത്ത് പഞ്ചസാര ലായനിക്ക് വേണ്ടി മാത്രമേ വെള്ളം ഒഴിക്കത്തുള്ളൂ. ആദ്യമേ നമ്മൾ പഞ്ചസാര ഇടുക, ഒരു തുള്ളി വെള്ളം ഒഴിച്ച് നല്ലോണം അലിയിച്ചെടുക്കുക. ഈ പഞ്ചസാര എല്ലാം നല്ലോണം അരഞ്ഞിട്ടുണ്ട്. നമുക്കൊരു കളറിന് വേണ്ടി നമുക്ക് ഒന്ന് ബീറ്റ്റൂട്ടിൻ്റെ ഒരു കഷ്ണം ഇട്ട് കളർ എടുക്കുക. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ കളറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചെമ്പരത്തിപ്പൂവ് സ്കോച്ച് പോലെ കളറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു.
അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ചൊഴിക്കാം. വേറെ ഒന്നും ഇടരുത്. ഒന്ന് ബീറ്റ്റൂട്ട് ഇടുക, അല്ലെങ്കിൽ ചെമ്പരത്തി പൂവ് തിളപ്പിച്ച് അത് ഒഴിക്കുക. ഇത് ഇന്നലെ ഞാൻ ഒഴിച്ച് വെച്ചിരുന്നതായതുകൊണ്ട് ആ ചെമ്പരത്തി പൂവിൻ്റെ കളറ് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് തിളപ്പിച്ച് പത വരും. ഇപ്പം പത മാറിയതിടം വരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. കണ്ടേ പത കണ്ടോ? ഇത് കണക്ക് പത വരും. അപ്പോൾ അത് തവിയുന്നിടം വരെ നമ്മൾ ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ മധുരം ക്രമീകരിക്കാനായിട്ട് ശകലം ഉപ്പിടുക. മാങ്ങയില്ലേ, അപ്പം കുറച്ച് ഉപ്പ് വേണം. ഇതൊന്ന് നല്ല വറ്റി ഒരു ഒട്ടൽ പോലെ, ഒരു ചെറിയ ഒട്ടൽ പോലെ വരണം. ഇത് അല്ലാതെ അങ്ങ് ഭയങ്കരമായിട്ട് ജാമ് പോലെ അധികം കട്ടിയാവരുത്. ചെറുതായിട്ട് ഒരു ഒട്ടൽ പോലെ വരുമ്പോൾ നമ്മൾ മാങ്ങ ഇട്ടാൽ മാത്രം മതി. ഇതിലോട്ട് നമുക്ക് ഒരു നുള്ള് കായം ഇട്ടേക്കാം. ഒരു നുള്ള് ഇടാവൂ കായം. ഇതിപ്പോൾ നല്ല ഒട്ടൽ പോലെ കയ്യിൽ ഇങ്ങനെ ഒട്ടൽ പോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് മാങ്ങ ഇടാം. ഫുള്ള് മാങ്ങയും എടുത്തിടാം. മാങ്ങയിട്ട് നല്ലോണം ഇളക്കുക. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം. നമുക്ക് യാത്രയൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകും. പിന്നെ ബിരിയാണിക്ക് സൈഡ് വയ്ക്കാം. അങ്ങനെയൊക്കെ ഉള്ള എല്ലാത്തിനും ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഇത്തിരി കളറ് നമ്മൾ ചേർക്കണം കേട്ടോ. അത് വേറെ ഒന്നും ചേർക്കേണ്ട. ഒന്ന് ചെമ്പരത്തി പൂവോ അല്ലെങ്കിൽ ബീറ്റ്റൂട്ടോ, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു കളറ് എടുത്ത് നല്ലോണം പിഴിഞ്ഞിനകത്ത് ചേർത്താൽ മതി. ഒരു ചുവപ്പ് കളറ് കിട്ടും കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പൊടിമാങ്ങ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് ഉരുകി ഈ മാങ്ങയൊന്ന് നല്ലോണം ഒന്ന് വെന്ത് ഈ ഇതിൻ്റെ കൂടെ ഒന്ന് അലിഞ്ഞു വരണം. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. പുളിയൊന്നും കാണത്തില്ല, നല്ല രുചിയാണ്. ഇത് അടച്ച് വെച്ചിരുന്ന ഒരു കുപ്പിക്കകത്തോട്ടാക്കി വെച്ചിരുന്നാൽ നമുക്ക് യാത്രയൊക്കെ പോകുമ്പോൾ കൊണ്ടൊക്കെ പോകാം. കാരണം വേറെ കറികളൊന്നും ആവശ്യമില്ല കേട്ടോ. കണ്ടില്ലേ, നല്ല ജാം നല്ല രസമായതുണ്ടോ. നമ്മളിപ്പോൾ എടുക്കുമ്പോൾ എണ്ണയൊന്നും വേണ്ട കേട്ടോ. ഒരു എണ്ണ പോലും ചേർക്കണ്ട. നല്ല അടിപൊളിയാണ് ഇത് കഴിക്കുന്നത് കേട്ടോ. ഇപ്പം നല്ല വിട്ട് വന്നുണ്ട്. ഇതേപോലെ ഒരു 2 മിനിറ്റും കൂടെ ആകുമ്പോഴത്തേക്ക് നല്ല ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്ന കണക്കാവും. അധികം ഉരുട്ടിയെടുക്കേണ്ട, ഒരു ഇച്ചിരി ലൂസായിട്ട് തന്നെ ഇരിക്കണം. ഇനി നമുക്ക് പൊടിയിടാം. ഇപ്പം ഞാൻ 3 മാങ്ങ എടുക്കുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ നമ്മൾ 5 കാശ്മീരി മുളകല്ലേ പൊടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് 2 സ്പൂൺ ഇട്ടാൽ മാത്രം മതി. 2 സ്പൂൺ ഇട്ടാൽ മാത്രം മതി. ഇനി നമ്മൾ ചേർക്കുന്നത് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. വേണ്ടേ, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇവിടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് സ്റ്റൗ ഓഫാക്കുക. ഇനി സ്റ്റൗ ഒന്നും ഓണാക്കണ്ട, ഓഫാക്കി വയ്ക്കുക. ജാം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലോണം ആ ചൂട് നല്ലോണം ഇളക്കുക. ആ മുളകിൻ്റെ മണം മാറുന്നത് വരെ നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ ഇറക്കി വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റുക. കാരണം ചീനിച്ചട്ടിയിൽ വെച്ചേക്കരുത്, ഇതിനകത്തോട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാങ്ങ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ മാങ്ങയൊക്കെ ധാരാളം ഉള്ള സമയമാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കണ്ടില്ലേ, തണുക്കുമ്പോൾ നമുക്ക് നല്ല ഒരു കുപ്പിക്കകത്താക്കി മാറ്റി അങ്ങ് വെച്ചിരുന്നാൽ മാത്രം മതി. കണ്ടില്ലേ, അടിപൊളി ജാമാണ്. തണുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. ഇത്തിരി എരിയും ഇത്തിരി പുളിയും ഇത്തിരി മധുരവും ഒക്കെ ചേർന്ന് നല്ല അടിപൊളി ജാമ്. തണുക്കുമ്പോൾ നമുക്ക് ഇത്തിരിയും കൂടെ കട്ടിയാവും. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ.
നല്ല ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, അടിപൊളിയാണ് കേട്ടോ. ഓക്കെ, അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.